ബാലൻ എന്ന് പറയുന്ന സിനിമ കണ്ടു. എന്താ പറയുക, നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വർഷം മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയായിരിക്കും. അത്രയും ഗംഭീര സിനിമ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചില സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത് അവിടെ അവസാനിക്കില്ല. നമുക്ക് ആ ഒരു സിനിമയിലെ ചില ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറിയും ഒക്കെ നമ്മുടെ കൂടെ ഇങ്ങോട്ട് പോരും. ഒരുപാട് നേരം നമുക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അതിലെ കഥാപാത്രങ്ങളും കഥയും ഒക്കെ. എന്തിനാ സിനിമ തന്നെ അത്തരത്തിലൊരു സിനിമയായിട്ടാണ് ബാലൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്യുന്നൊരു മൂഡുണ്ട്, ശരിക്കും നമ്മളെ വേറെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ്. വല്ലാതെ ഹോണ്ടിങ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള, ടച്ചിങ് ആയിട്ടുള്ള തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആണത്. അത് ഈ സിനിമയിൽ എല്ലാ ഫാക്ടേഴ്സും കൂടി ചേരുമ്പോൾ എല്ലാം ഗംഭീരമാകുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആണത്. ഇതിൻ്റെ ജിത്തു മാധവൻ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയാലും, ഷൈജു ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രാഫി ആയാലും, അതുപോലെ തന്നെ സുഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും, ചിദംബരത്തിൻ്റെ മേക്കിംഗ് ആയാലും എല്ലാം കൂടി ചേരുമ്പോൾ എല്ലാം ഗംഭീരമാകുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. ഒരു അമ്മയും മകനും തമ്മിലുള്ള ബോണ്ടിങ്, അവരുടെ സ്ട്രഗിൾസ്, ഇതൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് അവർ എടുത്തു വെച്ചിട്ടുള്ളതെന്നറിയോ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് അവരുടെ പെർഫോമൻസ് വന്നിട്ടുള്ളത്. അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഫർസാന, അതുപോലെ തന്നെ കുട്ടിയായിട്ട് എത്തിയിട്ടുള്ളത് ആദിശേഷൻ എന്നാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എനിക്ക് സ്കൂളിൽ പോകണമെന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈ കുട്ടിയുടെ. ആ സമയത്തൊക്കെ ആ കുട്ടി കൊടുക്കുന്ന എക്സ്പ്രഷൻസൊക്കെ ഉണ്ട്. ശരിക്കും നമുക്ക് വല്ലാത്തൊരു ഇമോഷണലി വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു ആ കുട്ടിയുടെ ക്യാരക്ടറിനോടും, അല്ലെങ്കിൽ ആ അമ്മയോടും. അതേപോലെ തന്നെ ഇടവേളയ്ക്കടുത്ത് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അവർ രക്ഷപ്പെടണം എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്കും കൂടിയിട്ട് തോന്നുന്ന രീതിയിൽ അങ്ങനൊരു എക്സ്പീരിയൻസ് തരാനായിട്ട് ഇതിൻ്റെ മേക്കേഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചിട്ടുള്ള ആളുകളും മനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ലാൽ ജൂനിയർ കുറച്ചൊരു സൈക്കോ ടച്ചൊക്കെ വരുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്. അനായാസമായിട്ട് ചെയ്തിട്ടുള്ള പോലെ തോന്നി. പുള്ളി രസമായിരുന്നു. അത് ശരിക്കും ചില സമയത്തൊക്കെ ലാലിന് ഓർമ്മ വന്നു. അതുപോലെ ഒരു മുത്തശ്ശി ഉണ്ട്, അവർ ഭയങ്കര പോസിറ്റിവിറ്റി ഒക്കെ തരുന്ന തരത്തിലുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പലപ്പോഴും എനിക്കൊന്നും തിയേറ്ററിലൊരു ചിരി ഒക്കെ നൽകിയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അവരുടേത്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ടോവിനോയ്ക്ക് വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൽ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടോവിയുടെ എനിക്ക് തോന്നുന്നു അത്ര സേഫ് സോണിൽ വരുന്നൊരു ക്യാരക്ടറല്ല ഇത്. ഈ അടുത്ത കാലത്ത് ടോവിനോ ചെയ്തിട്ടുള്ള ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ളൊരു വേഷമാണ് ഈ ഒരു സിനിമയിലെ. ജിത്തു മാധവൻ്റെ എഴുത്ത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പൊതുവെ എനിക്ക് പുള്ളിയുടെ ഈ ആവേശം മാത്രമല്ല, അല്ലെങ്കിൽ രോമാഞ്ചം ആവേശം മാത്രമല്ല, പുള്ളിയുടെ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുള്ള പൈങ്കിളിയായപ്പോലും എനിക്കതിലെ എഴുത്ത് എനിക്ക് പേഴ്സണലി ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ പടം വിചാരിച്ച പോലെ വന്നിട്ടില്ല. അതിലെ പെർഫോമൻസുകളും മൊത്തത്തിൽ ആ ഒരു സിനിമ വിചാരിച്ച രീതിയിൽ എത്തിയില്ലെങ്കിൽ കൂടി അതിലെ എഴുത്തും എന്തൊക്കെയോ സ്പാർക്കുള്ള പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് എത്തിയപ്പോൾ, ബാലനിലേക്ക് എത്തിയപ്പോൾ ഗംഭീര എഴുത്താണ്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ളൊരു മൂഡ് സ്വിച്ച് നടക്കുന്നുണ്ട്. അതായത് സിനിമ അതുവരെ പോകുന്നൊരു ടോണിലല്ല പിന്നെ കുറച്ച് നേരത്തേക്ക്, ഇടവേളയ്ക്ക് ശേഷം കുറേ നേരത്തേക്ക് പോകുന്നത്. ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ടും എൻഗേജിങ് ആയിരുന്നു ശരിക്കും. അവിടെയാണ് ഈ ടോവിനോയുടെ പെർഫോമൻസ് ഒക്കെ വരുന്നത്. അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങളൊക്കെ എൻഗേജിങ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും ആദ്യ പകുതി അത്രയും വലിയൊരു പീക്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാം പകുതിയിലെ കുറച്ച് ഭാഗങ്ങൾ കമ്പാരിറ്റീവ്ലി കുറച്ച് വീക്കായിട്ട് തോന്നും. അതെനിക്ക് തോന്നുന്നു നമ്മൾ പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു ഫീലായിരുന്നു. ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ പടം വീണ്ടും ആ ഒരു മൂഡിലേക്ക് തന്നെ കയറി വരികയും ഈ ഒരു സ്റ്റോറിക്കും ഈ കഥാപാത്രങ്ങളും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ളൊരു എൻഡിങ്ങിൽ പടം അവസാനിക്കുകയാണ്. എനിക്ക് തീർച്ചയായിട്ടും ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ളൊരു സിനിമയാണ്. ആകെ ഒരു വീക്ക് പോയിൻ്റായിട്ട് ഞാൻ പറയുക, ഇടവേളയ്ക്ക് ശേഷം വരുന്ന കുറച്ച് ഭാഗങ്ങളിൽ ആ ഒരു മൂഡ് സ്വിച്ച് കുറച്ചും കൂടി ഒരു ഫ്ലോ അതിന് കൊടുക്കാൻ വരുന്നവർക്ക് എന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും നിങ്ങളും പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ എഴുതുക.